കാരണം ഞാൻ രഞ്ജിലാൽ ഇന്ന് നമ്മുടെ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററോടെ റിഫ്ലക്ഷൻസ് ഓഫ് ലൈറ്റിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൈൻ കൺവെൻഷൻ ഒക്കെ ആയിരുന്നു പഠിച്ചത്. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് പഠിക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ അറ്റ് എ ഡിസ്റ്റൻസ് 30 cm ഫ്രം ആൻ image is obtained on a screen at a distance of 20 cm from the mirror. Find the focal length of the mirror. ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ മിറർ ഫോർമുല പ്രകാരം F = UV/U+V എന്നുള്ളതുണ്ടല്ലോ, അതങ്ങോട്ട് എഴുതിയെടുക്കുക. ഓക്കെ, നമ്മൾ തന്നിരിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ? കോൺകേവ് മിററും ആ ഇമേജും തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ്, ഒരു ഒബ്ജക്റ്റും തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 30 cm. ഇമേജോ 20 cm. ഓക്കെ, നമ്മൾ എപ്പോഴും എടുക്കുന്നത് എങ്ങോട്ടാണ്? ഇമേജും ഇത് ഒബ്ജക്റ്റും എവിടേക്കായിരിക്കും എന്നുള്ള ഇതിലാണ് നമ്മൾ എടുക്കുക. നെഗറ്റീവ് സൈഡ്, ലെഫ്റ്റ് സൈഡിലേക്കല്ലേ? അതുകൊണ്ട് ഇമേജ് ഒബ്ജക്റ്റും അതുകൊണ്ടാണ് നമ്മൾ -30 cm -20 cm എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ F = U+V എന്നിട്ട് നേരെ അതിലേക്ക് UV/U+V യുവിൻ്റെ സ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? -30. അത് ശ്രദ്ധിക്കണം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ എഴുതണേ. എന്താണ്? -30 × -20 ഡിവൈഡഡ് ബൈ -30 -20. എങ്ങനെ -20 വന്നത്? V എന്ന് പറയുന്നത് -20 ആണ്, അതുകൊണ്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ 12 cm എന്ന് കിട്ടും. 12 cm എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ കിട്ടും. -12 cm. ഓക്കെ, തന്നിരിക്കുന്നത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ concave mirror 20 cm away from it. If its focal length is 40 cm, locate the position of image and its nature. അതിൻ്റെ പ്രത്യേകതയും എന്താണ്? ഇമേജിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും, അത് നേച്ചർ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് അന്ന് ഞാൻ ഈ മിറർ ഫോമിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇമേജിൻ്റെ തമ്മിലുണ്ടാക്കുന്ന ഇമേജും ഫോക്കൽ ലെങ്ത്തും, ഇമേജ് കണ്ടുപിടിക്കാൻ ഫോക്കൽ ലെങ്ത്തും യുവും തന്നിട്ടുണ്ടെങ്കിൽ ഇമേജിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത് അന്ന് ഫോർമുല ഞാൻ അവിടെ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് എഴുതി വെച്ചവർക്ക് ഇത് ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇത് സിമ്പിളായിട്ട് അതിലേക്ക് എഴുതി വെച്ചാൽ മതി. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളാണ്. അപ്പം V = FU / U - F. അപ്പോൾ V നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റും മിറർ തമ്മിലുള്ള ദൂരമാണ് എന്ത്? 20 cm. അപ്പോൾ -20 cm ആണ് അല്ലേ? അതെങ്ങോട്ടേക്കല്ലേ ഉണ്ടാകുക? -20 cm. ഓക്കെ, അത് മിററും ഇതും തമ്മിലുള്ള ഫോക്കൽ ലെങ്ത് തന്നിട്ടിരിക്കുന്നത് 40 cm ആണ്. ഫോക്കൽ ലെങ്ത്തും എങ്ങോട്ടായിരിക്കും ഉണ്ടാകുക? ഇങ്ങോട്ടേക്കല്ലേ? അപ്പോൾ അതുകൊണ്ട് അതും എത്രയാണ്? -40. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 40 cm എന്താണ്? അതായത് മിററും ഇമേജും തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് 40 cm. അതെങ്ങനെ വരിക? 40 cm -40 cm വേണ്ടേ? ഇമേജും അതായത് പോളും നമ്മുടെ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? അതെങ്ങനെയാണ് +40 cm കിട്ടുക? ഉത്തരം തെറ്റിപ്പോയോ? അല്ല, ഉത്തരം തെറ്റിയതല്ല. നമ്മൾ ഈ കണ്ടീഷൻ, ഈ ചിത്രം ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ ചിത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒബ്ജക്റ്റ് പോളിൻ്റെയും ഫോക്കസിൻ്റെയും ഇടയിലാണെങ്കിൽ, ഒബ്ജക്റ്റിൻ്റെ ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ്
ഇമേജ് എവിടെയാണ് ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും എൻലാർജ് ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ആ കണ്ടീഷനാണ് ഇവിടെ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇമേജ് ഓബ്ജക്റ്റും പോളും തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ഓബ്ജക്റ്റും പോളും തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? 20 സെൻറ്റിമീറ്റർ. അതായത് യു എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. യു എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ. അത് എത്ര ദൂരത്തേക്ക്? 20 സെൻറ്റിമീറ്റർ ഉള്ളൂ. ഫോക്കൽ ലെങ്ത് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. അത് അവിടെ വരെ 40 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പം അതിലും കുറവല്ല, 40-നെക്കാട്ടിയും കുറവല്ലേ ഈ പറഞ്ഞിരിക്കുന്ന 20. അപ്പം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫോക്കൽ ലെങ്ത്തിൻ്റെയും ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിലാണ്, ഫോക്കൽ ലെങ്ത് അല്ല, ഫോക്കസിൻ്റെയും പോളിൻ്റെയും ഇടയിലാണ് ഒബ്ജക്റ്റ് നിൽക്കുന്നതെന്ന്. അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ ഓർത്ത് വെച്ചാൽ നമുക്കറിയാം ബിഹൈൻഡ് ദ മിറർ ആയിരിക്കും എന്തുണ്ടാകുക? ഇമേജ് ഫോം ചെയ്യുക. ബിഹൈൻഡ് ദ മിറർ എവിടെ ആയിരിക്കുന്നത്? ഇമേജ് ഫോം ചെയ്യാൻ നമ്മൾ ഊഹിച്ചാൽ മതി. ഓക്കെ, ബിഹൈൻഡ് ദ മിറർ ഇതിലാണെങ്കിൽ നമുക്ക് എന്താണ്? ബിഹൈൻഡ് ദ മിററാണ് ഒബ്ജക്റ്റ് നിൽക്കുന്നത്, ബിഹൈൻഡ് ദ മിററാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ അവിടെ എന്തായിരിക്കും നമുക്ക് ഉണ്ടാകുക? അതിൻ്റെ ഇത് എങ്ങോട്ടേക്ക് എടുക്കുക? അതായത് ബിഹൈൻഡ് ദ മിറർ ആണെങ്കിൽ നമുക്ക് എങ്ങോട്ടായിരിക്കും? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്ക് ആണ് എടുക്കുന്നതെങ്കിൽ അത് പോസിറ്റീവാണ് ഉണ്ടാകുക. അപ്പം പോളിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കല്ല നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ +10 എന്ന് +10 അല്ല +40 സെൻറ്റിമീറ്റർ കിട്ടുന്നത്. അപ്പോൾ ഈ നേച്ചർ എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാൻ കാരണം എന്നുള്ളതും കൂടി ചോദിച്ചിട്ടുണ്ട്. അതിന് കാരണം ഇതാണ്. ക്ലിയർ? അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇവിടെ എടുത്തപ്പം ഈ കണ്ടീഷനിൽ എടുത്തപ്പം u-30യും v +30 +20 ഒക്കെ ആയിക്കൂടെ എന്ന്. അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് മിറർ തമ്മിലുള്ള ദൂരം ഇവിടുത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? -20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം +20 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് നോക്കിയാൽ ചെയ്യേണ്ടതല്ലേ? അതായത് ചിലപ്പോൾ ഈ ഇമേജ് ഇതിൻ്റെ ഇടയിലാണെങ്കിലോ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനല്ലോ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫോക്കൽ ലെങ്ത്തിന് വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അതായത് ഒബ്ജക്റ്റ് ഏതിൻ്റെ ഇടയിൽ? ഫോക്കസിൻ്റെയും ഈ ഫോക്കസിൻ്റെയും ഇതേപോലെ തന്നെ പോളിൻ്റെ ഇടയിലാണ് ഈ ഒബ്ജക്റ്റ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഫോക്കസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഈ ഫോക്കസിൻ്റെയും ഒബ്ജക്റ്റിൻ്റെ ഇടയിലാണ്, ഫോക്കസിൻ്റെയും പോളിൻ്റെ ഇടയിലാണ് ഒബ്ജക്റ്റ് നിൽക്കുന്നത്. അവിടുത്തെ യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റും പോളും ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരമാണ്. അതിൻ്റെയൊക്കെ എത്രയോ ദൂരമാണെങ്കിൽ നമുക്ക് വി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കുന്നില്ല, പോസിറ്റീവായിട്ട് എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഈ ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ടാണ് അങ്ങനെ. ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ജനറൽ കേസിലായിട്ട് എടുക്കുകയാണ്, -20 സെൻറ്റിമീറ്റർ വി ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ 2 പ്രോബ്ലം ക്ലിയർ ആയല്ലോ. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. ലെറ്റ് us the height of the ഒബ്ജക്റ്റ് HO, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് HO സഫിക്സ് ആയിട്ടാണ് O കൊടുക്കുന്നത്. ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് HI, ഇമേജിൻ്റെ കേസിൽ, ഒബ്ജക്റ്റിൻ്റെ കേസിൽ HO എന്താണ്? O സഫിക്സ് ആണ്. അതേപോലെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് HI, എന്താണ്? സഫിക്സ് ആണ്. ഓക്കെ, ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് U, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പൊസിഷൻ ഓഫ് ഇമേജ് V ആണ് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. HI/HO ഈസ് മാഗ്നിഫിക്കേഷൻ. അതിലൊരു കണ്ടീഷൻ ഉണ്ട്. HI/HO എന്ന് പറയുന്നത്, അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈസ് മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ? അതിന് ഉപയോഗിക്കുന്ന സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ M ആണ് കേട്ടോ. വലിയ ക്ലാസ്സിലേക്ക് പഠിക്കാം. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ്? മാഗ്നിഫൈഡ് ഇമേജ് ഒക്കെ പറഞ്ഞില്ലേ, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ എൻലാർജ് ചെയ്ത് എന്താണ് അതിൻ്റെ സൈസ്, അല്ല ഒബ്ജക്റ്റിൻ്റെയോ അല്ലെ ഇതിൻ്റെയോ ഒക്കെ സൈസ് എത്ര ഉണ്ടാവും, മാഗ്നിഫൈ ചെയ്യാന്ന് പറയില്ലേ, ഒന്ന് എത്ര വലുതായി കാണിക്കുക, അതിൻ്റെ ക്ലാരിറ്റി വലുതാക്കി കാണിക്കുന്നതില്ല, അതുപോലെ അത് എത്രയാണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ, എത്രയാണ് അതിൻ്റെ ഇതുള്ളത്, എത്ര രീതിയിൽ നമുക്ക് മാഗ്നിഫൈ ചെയ്ത് കിട്ടും
എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ ഈ ഒബ്ജക്റ്റ് തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് അത് എടുക്കുമ്പോൾ അതിൻ്റെ ഇമേജ് എത്രത്തോളം മാഗ്നിഫൈ ചെയ്തിട്ടാണ് കിട്ടുക എന്നൊക്കെ മനസ്സിലാക്കണ്ടേ. അതിനുള്ള ഫോർമുലയാണത് HI/HO, അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിനാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക. അത് ക്യാപിറ്റൽ ലെറ്റർ M ആണ് സൂചിപ്പിക്കുക. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കാം. കുറച്ച് ഈ ചിത്രം ഒന്ന് എന്താണ് ഈ ചിത്രത്തിൽ നമ്മൾ നേരത്തെ അതേ ചിത്രം തന്നെയാണ്. പോള് എന്താണ് ഇമേജ് ഇവിടെ ഉണ്ട്, ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, ഒക്കെ അതേ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ നോക്കുക, IM ബൈ ട്രയാങ്കിൾ പ്രകാരം ഇതാണ് ട്രയാങ്കിള് എന്താണ് ഇതാ നമ്മൾ ഓപ്പോസിറ്റ് ഇത് ഒരേ ഇതായതുകൊണ്ട് ട്രയാങ്കിൾ OBP എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, OBP എന്ന ട്രയാങ്കിൾ ഉണ്ട്. അതേപോലെ IMP എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അതേപോലെ നമ്മൾ ഇങ്ങനത്തെ ട്രയാങ്കുലർ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി പ്രകാരം നോക്കിയെടുക്കുമ്പം IM ബൈ എന്താണ് ഒരേ സൈഡല്ലേ, IM ബൈ ഒരേ ഏതാണ് രണ്ടും ഒരേ മട്ട ത്രികോണങ്ങളാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ആ പ്രോപ്പർട്ടി പ്രകാരം IM ബൈ OB എന്ന് പറയുന്നത് IM ബൈ OB എന്ന് പറഞ്ഞാൽ എന്താണ്, IM ബൈ OB എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? IP ബൈ അവിടെയാണ് IP ബൈ ഓർ PI ബൈ, ഇവിടെ അങ്ങോട്ടാണല്ലോ പറയാം, PI ബൈ അങ്ങനെ തന്നെ പഠിക്കുന്നത് നല്ലത്. PI ബൈ POക്ക് തുല്യമാണ്. അങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമ്മൾ പോളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം. PI ബൈ PO, അതിവിടെ IP ബൈ OP എന്നാണ് പറയുന്നത്. അങ്ങനെ ശീലിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ട്രയാങ്കുലർ പ്രോപ്പർട്ടി അടിസ്ഥാനമാക്കിയിട്ട് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടിയാണ്, അത് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രകാരം എന്താണ് നമുക്ക് IM ബൈ OB ഈസിക്കൽ ടു PI ബൈ PO ഓർ IP ബൈ OP എന്നും പറയാം കേട്ടോ. എന്തുകൊണ്ട് എടുക്കാത്തത് അങ്ങനെ പറയുന്നത്, പോളിൽ നിന്നാണ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം പറഞ്ഞത്. നമുക്ക് IM എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇമേജിൻ്റെ ഹൈറ്റാണ് അല്ലേ. അതാ ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാണുള്ളത്, നമ്മുടെ ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാണുള്ളത് നോക്കാം, താഴോട്ടാണ് അല്ലേ. അപ്പോൾ ഹൈറ്റ് HI ആണ്. അപ്പോൾ താഴത്തേക്ക് ആകുമ്പോൾ നെഗറ്റീവ് സൈനും കൂടി കൊടുക്കണം. നമ്മൾ അതിൻ്റെ അടുത്തതിലേക്ക് പറയാം. OB എന്ന് പറഞ്ഞാൽ എന്താണ്, OB എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, കണ്ടോ, അതാ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ആൻഡ് IP എന്ന് പറയുന്നത് എന്താണ്, IP ഓർ PI എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പോളും അതുപോലെ ഇമേജിന് തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ V എന്ന് പറയുന്ന സംഭവം. OP അഥവാ PO എന്ന് പറയുന്നത് എന്താണ്, പോളും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതെന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ U ആണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഇതിൽ ചിത്രത്തിൽ തന്നെ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നേരെ ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണ്. IM ബൈ OB ഈസിക്കൽ ടു PI ബൈ POയിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഇക്വേഷൻ എന്തായിട്ട് മാറും, IM എന്ന് പറഞ്ഞാൽ എന്താണ്, HI ആണ് അല്ലേ, OB എന്ന് പറഞ്ഞാൽ എന്താണ്, HO ആണ്. അപ്പോൾ HI ബൈ HO ഈസിക്കൽ ടു PI എന്ന് പറഞ്ഞാൽ എന്താണ്, PI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V ആണ്, PO എന്ന് പറയുന്നത് എന്താണ്, V ബൈ U ആവും. ഓക്കെ. ചുരുക്കി പറഞ്ഞാൽ HI ബൈ HO ഈസിക്കൽ ടു V ബൈ U. ക്ലിയർ? അതിവിടെ കാണാം, HI ബൈ HO ഈസിക്കൽ ടു V ബൈ U. ഇനി സൈൻ കൺവെൻഷനും കൂടി ക്ലിയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഇവിടെ സൈൻ കൺവെൻഷൻ്റെ കേസിൽ HI എന്ന് പറഞ്ഞത് എങ്ങോട്ടാണ്, നെഗറ്റീവാണ്, താഴോട്ടല്ലേ. HI എന്ന് പറഞ്ഞാൽ താഴോട്ടായതുകൊണ്ട് തന്നെ നെഗറ്റീവാണ് അല്ലേ. അതേപോലെ നെഗറ്റീവാണ്. HO എന്ന് പറയുന്നത് മുകളിലോട്ടായതുകൊണ്ട് തന്നെ HO എന്നുള്ളത് മുകളിലോട്ടായതുകൊണ്ട് തന്നെ എന്താണ്, HO എന്നുള്ളത് നമ്മുടെ മുകളിലോട്ടായതുകൊണ്ട് തന്നെ എന്താണ്, അത് പോസിറ്റീവാണ്. OB എന്ന് പറയുന്നത് മുകളിലോട്ടായതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് ആണ്. അതായത് HO എന്ന് പറയുന്നത് പോസിറ്റീവാണ്.
വി ഐ എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് നെഗറ്റീവാണ്, യു എന്ന് പറയുന്നത് നെഗറ്റീവാണ്. കാരണം രണ്ടും ഇങ്ങോട്ടേക്കല്ലേ, രണ്ടും ഇങ്ങോട്ടായതുകൊണ്ട് തന്നെ അതെന്താണ്, നെഗറ്റീവാണ് കൊടുക്കുന്നത്. രണ്ടും ഇങ്ങോട്ടാണ്, നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുമ്പോൾ എങ്ങനെ എടുക്കാം, നെഗറ്റീവ് എച്ച് ഐ ഡിവൈഡഡ് ബൈ പോസിറ്റീവ് എച്ച് ഒ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വി ബൈ നെഗറ്റീവ് യു. നെഗറ്റീവ് യു വി ബൈ നെഗറ്റീവ് യു എന്ന് പറഞ്ഞാൽ എന്താണ്, വി ബൈ യു ആണ്. നെഗറ്റീവ് ബൈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ എച്ച് ഐ എന്ന് പറയുന്നത് നെഗറ്റീവാണ് അല്ലേ. സോ നെഗറ്റീവ് എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു. നെഗറ്റീവ് എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് ഐ ബൈ എച്ച് ഒ ആണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറയുന്നത്. മാഗ്നിഫിക്കേഷൻ എന്താണ്, എച്ച് ഐ ബൈ എച്ച് ഒ എന്നാണ്. ക്യാപിറ്റൽ എം ആണ് സൂചിപ്പിക്കാറ് കേട്ടോ. അതിൽ സ്മോൾ ലെറ്റർ എം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ആണ്. എച്ച് ഐ ബൈ എച്ച് ഒ അല്ലേ. അപ്പോൾ നമ്മൾ ഈ സ്ഥാനത്ത് എച്ച് ഐ ബൈ എച്ച് ഒ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് എങ്ങോട്ട് കൊടുക്കണം, ലെഫ്റ്റ് സൈഡിലേക്ക് പോകേണ്ടി വരും അല്ല. അല്ലെങ്കിൽ നെഗറ്റീവ് സൈനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറും, രണ്ട് സൈഡിൽ നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എന്ത് കിട്ടും, മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വി ബൈ യു. ഇമ്പോർട്ടൻ്റ് ആണ്, നെഗറ്റീവ് വി ബൈ യു. ക്ലിയർ ആയി കിട്ടിയല്ലോ. അപ്പോൾ ഈ ഫോർമുല നമ്മൾ ഓർമ്മിച്ച് വെക്കണം. മാഗ്നിഫിക്കേഷൻ അതായത് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ഇമേജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ഒബ്ജക്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതാണ് അതിൻ്റെ ആ ഇക്വേഷൻസ്. അത് ഓർമ്മിച്ച് നോക്കണം. ഇതിൽ നിന്ന് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല കറക്റ്റാക്കി ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രോബ്ലംസ് ചെയ്യാം. When an object of height 6 cm is placed in front of a concave mirror, ഒരു കോൺകേവ് മിററിൻ്റെ മുന്നിൽ ഒരു 6 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ എന്തുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ. അറ്റ് എ ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ അവേ ഫ്രം ഇറ്റ്. ആ ഒബ്ജക്റ്റ് നിൽക്കുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പം എച്ച് ഒ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും ഒബ്ജക്റ്റ് അല്ലേ, ഒബ്ജക്റ്റും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത്, യു എത്രയാണ്, 10 സെൻറ്റിമീറ്റർ ആണ്. സൈൻ കൺവെൻഷൻ കണക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് 10 സെൻറ്റിമീറ്റർ. ഇനി എന്താണ്, ഒബ്ജക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ് 16 സെൻറ്റിമീറ്റർ അവേ. 16 സെൻറ്റിമീറ്റർ അവേ എന്ന് പറയുമ്പം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഇമേജ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഇമേജ് ആണ്. അത് എത്രയാണ്, 60 സെൻറ്റിമീറ്റർ ആണ്. സൈൻ കൺവെൻഷൻ എടുക്കുമ്പോൾ നെഗറ്റീവ് 60 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഒബ്ജക്റ്റ് നിൽക്കുന്നത് മുകളിലോട്ടാണെന്ന് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ടാണെന്നുള്ളത്, എല്ലാത്തിലും മുകളിലോട്ടാണല്ലോ ഉണ്ടാകാറ്. അപ്പോൾ അതുകൊണ്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ +6 സെൻറ്റിമീറ്റർ. താഴോട്ടാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആവുന്നുള്ളൂ കേട്ടോ. നമ്മൾ എപ്പോഴും പ്ലസ് ആയിട്ട് മുകളിലോട്ടാക്കിയിട്ടാണ് കഴിയുന്നത് എടുക്കുക. ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴെ, മിക്കവാറും നമ്മളെല്ലാവരും തല കുത്താൻ അല്ലല്ലോ ശ്രമിക്കുക, മുകളിൽ നിന്ന് നേരെ നിൽക്കാനല്ലേ നമ്മൾ ശ്രമിക്കുള്ളൂ. അത് അപ്പോൾ ആ ചിന്താഗതിയിലൂടെയാണ് നമ്മൾ +10 സെൻറ്റിമീറ്റർ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എച്ച് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ പ്രകാരം എന്താണ്, നമുക്ക് വിയും ഐയും തന്നിട്ടില്ലേ. അപ്പം എം ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു എന്നുള്ള പ്രകാരത്തിൽ മാഗ്നിഫിക്കേഷൻ എം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കുകയാണ്. വി എന്ന് പറയുന്നത് എന്താണ്, -60 ആണ്. യു എന്ന് പറയുന്നത് -10 ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ -10 മൈനസ് വരുന്നത് എന്താണെന്നറിയോ, ആ -v ബൈ യു അല്ലേ. അപ്പോൾ ആ മൈനസും കൂടിയാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ എന്ത് ഈസ് ഈക്വൽ ടു -1.6 എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ കിട്ടുക. അപ്പം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -1.6 ആണ്. അപ്പം നമുക്ക് എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പഠിച്ചിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ എം ഇസ് ഈക്വൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ. മാഗ്നിഫിക്കേഷൻ കിട്ടി, നമ്മൾ കണ്ടുപിടിച്ചു -1.6 ആണ്.
അപ്പോൾ അത് നേരിട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ ഇക്വേഷനിൽ m=hi/ho ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആകേണ്ടത്. അപ്പോൾ HOനെ എന്ത് ചെയ്യുന്നു? സമത്തിൻ്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പം hi=ho × m എന്ന് കിട്ടും. ഓക്കെ, ho × m. അതിൽ നേരിട്ട് അതങ്ങ് പുട്ടുക. -1.6 × +6 കിട്ടുമ്പം ഗുണിച്ചിട്ട് കിട്ടുമ്പം -9.6 സെൻറ്റിമീറ്റർ. മൈനസ് എന്താണ്? താഴോട്ടാണ് നിൽക്കുന്നത്. ഇൻവേർട്ടഡ് ഇമേജ് ആയതുകൊണ്ടാണ് അത് ഹൈറ്റ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.